നമ്മുടെ കരിമണൽ കർത്ത വീണയ്ക്ക് കൊടുത്തതിന് 2,90,00,000 രൂപയാണ്. ഈ സാന്താമോണിക്ക എന്ന് പറയുന്ന ഈ IELTS പഠിപ്പിച്ച് ആളുകളെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന ഈ സ്ഥാപനം അവർക്ക് കൊടുത്ത് 2,60,00,000 രൂപയാണ്. എന്നുവെച്ചാൽ കർത്തയുടെ കമ്പനി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സാന്താമോണിക്കാണ്. ബാക്കി പലരും കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഇതൊരു ഈ ബോംബെയിലൊക്കെ ദാവൂദിൻ്റെയൊക്കെ കാലത്ത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വീണ എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട് പിണറായി വിജയൻ പണം പിരിക്കുക. പിണറായി വിജയൻ ഇതിനെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കമല ഇൻ്റർനാഷണൽ തുടങ്ങിയതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളുടെ പേരിൽ ഈ സാധനം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇതിനെല്ലാം ഇയാൾ ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഈ സ്വപ്ന സുരേഷിന് നമ്മൾ മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ ജോലി കൊടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്. കാരണം HRDSനെ സ്വപ്ന സുരേഷിനെ ഒന്നും അറിയില്ല. പക്ഷേ ഇവർ ജയിലിൽ മോചിതയായി പുറത്തു വന്നപ്പോൾ ഇതേ കുറ്റം ചെയ്ത ആളാണ് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറെ ഗവൺമെൻറ് തിരിച്ചെടുത്തു. സ്വപ്ന സുരേഷിന് ഗവൺമെൻറ് ജോലി കൊടുത്തിരുന്നതാണ്. അവരെ നിഷ്കരണം തള്ളിക്കളയുകയും അവരെ കൊല്ലാനുള്ള ശ്രമങ്ങൾ പല ഗൂഢപദ്ധതികളും ഇവർ തയ്യാറാക്കുകയും ചെയ്തു. ഇതൊക്കെ പിന്നീട് പുറത്തു വന്ന് നമ്മൾ 95 സമയത്താണ് ഈ HRDS എന്ന് പറയുന്ന സംഘടന രൂപം കൊടുത്തത്. അതിനുശേഷം ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വപ്ന സുരേഷിന് ജോലി നമ്മൾ കൊടുക്കുന്നു. സ്വപ്ന സുരേഷ് 164 പിണറായി വിജയൻ സംഘത്തിനും എതിരെ കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അന്നേരം മുതൽ നമ്മളെ ഇവർ വേട്ടയാടാൻ തുടങ്ങി. അതൊരു ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വേട്ടയാടലാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ എല്ലാ ഓഫീസുകളും റെയ്ഡ് ചെയ്യുന്നു. അതുപോലെ CPM-ൽ പിണറായി വിജയനും ഈ സംഘവും ഈ കൊള്ളക്കാർ എന്ത് വൃത്തികേട് കാണിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘമായി മാറി. നമസ്കാരം. മാനവസേവ മാധവസേവയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. പരിഷ്കൃത സമൂഹം അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരും മനുഷ്യരാണ്. അവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, അവർക്കും ഈ മണ്ണിൽ ജീവിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആദിവാസി സമൂഹത്തിനിടയിൽ അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയെല്ലാം പ്രവർത്തിക്കുന്ന അജികൃഷ്ണൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. HRDS എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം കേരളത്തിൻ്റെ അതിരുകൾ കടന്ന് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് ലോകത്തേക്ക് കൂടി വ്യാപിക്കുന്ന തരത്തിൽ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ സാറിനെ ഈ സ്റ്റുഡിയോയിലൂടെ കിട്ടിയത് നമുക്ക് വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇവിടെ സാറുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചീഫ് എഡിറ്ററായ ശ്രീ ക്രൈം നന്ദകുമാർ സാറാണ് ഉദയസൂര്യനെതിരെ എന്ന് പറയുന്നത് പോലെ 10 വർഷക്കാലം കേരളത്തെ അടക്കി ഭരിച്ച പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരനായ, അഹങ്കാരിയായ, തന്നിഷ്ടക്കാരനായ, തൻപോരിമക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആദ്യമായി ഒരു അഴിമതി ആരോപണം കൊണ്ടുവരുന്നത് നന്ദകുമാർ സാർ തന്നെയാണ്. പിന്നീട് നന്ദകുമാർ സാറിൻ്റെ പാത പിന്തുടർന്ന് കേരളത്തിലെ നിരവധി ആളുകൾ ആ പാതയിലൂടെ ഒത്തിരി വാർത്താവിശേഷങ്ങൾ പുറത്തെത്തിക്കുകയുണ്ടായി. ഇവിടെ അജികൃഷ്ണൻ സാറിനും സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ധാരാളം ബുദ്ധിമുട്ടുകൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. പല സമയത്തും ഞങ്ങളും അത് വാർത്തയാക്കിയിട്ടുണ്ട്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഭരിക്കുമ്പോൾ അകാരണമായി പീഡിപ്പിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് അജികൃഷ്ണൻ സാർ. സാർ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഈ ആദ്യമായിട്ട് പിണറായി വിജയനെതിരെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് ക്രൈം നന്ദകുമാറാണ്. അപ്പം അന്ന് നന്ദകുമാർജി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്ന ഒരു കാലമാണ്, ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു ഈ ലാവ്ലിൻ കേസ്. കാരണം ആ സമയത്ത് ബോഫേഴ്സ് അഴിമതിയൊക്കെ വന്നൊരു സമയമാണ്. പക്ഷേ ബോഫേഴ്സ് അഴിമതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി നടത്തുന്നത് വെറും 300 കോടി രൂപയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു അഴിമതിയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. പക്ഷേ ഈ ലാവ്ലിൻ അഴിമതി 350 കോടിയുടെ ആയിരുന്നു. അത് എത്ര ഭീകരമാണ്. ഒരു ചെറിയ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ
വൈദ്യുതി മന്ത്രി, അതായത് 1.5 വർഷമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി കാലം കൊണ്ട് ഇദ്ദേഹം ചെയ്തു കൂട്ടിയത് അത്രയും ഭീകരമായ കാര്യമാണ്. പക്ഷേ ആ അഴിമതിപ്പണം കൊണ്ടാണ് ഈ CPM കെട്ടിപ്പടുക്കുന്നത്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ എല്ലായിടത്തും ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തത് ഇയാളാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇയാൾ ഈ പാർട്ടിയെ ടോട്ടലായിട്ട് പിടിച്ചടക്കുകയത് ആ പണം ഉപയോഗിച്ചിട്ട്. അഴിമതിപ്പണം കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ CPM എന്ന് പറയുന്നത്. അല്ല, ഇതിനകത്ത് യാതൊരു എത്തിക്സോ യാതൊരുവിധ ധാർമ്മിക ഒന്നുമില്ല. ഇസങ്ങൾ ഒക്കെ ഒരു പറയുന്നുള്ളൂ. ഈ ചില പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് ഇപ്പോൾ നമ്മളോട് പറയും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യയശാസ്ത്ര ക്ലീഷകൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കഥ ഇതിനകത്തില്ല. ഇത് കുറച്ച് പേർക്ക്, മിടുക്കന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ്. ഇതുപോലെ തട്ടിപ്പ് സംവിധാനം വേറെ ഒന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളാണ്, എനിക്കറിയാം. പഴയ SFI പ്രവർത്തകനായിരുന്നു. അതെ അതെ. ഇപ്പൊ ഈ വന്ന ഗീനാകുമാരി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഗീനാകുമാരിയുടെ ഒക്കെ പല്ല് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ മുമ്പിലിട്ട് പോലീസ് ലാത്തിച്ചാർജില് പല്ല് ചവിട്ടി പറിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് നിന്ന ആളാണ്. ഞങ്ങളാണ് അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഞാനും അടിമേടിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ യുവാക്കളും കുട്ടികളും അടിമേടിച്ചും രക്തം ചീന്തിയുമാണ് ഈ സംവിധാനത്തിന് ഈ നിലയിലെത്തിച്ചത്. അതിൻ്റെ മുകളിൽ കയറിയിരുന്നാണ് ഈ പിണറായി വിജയനെ പോലുള്ള ക്രിമിനലും അഴിമതിക്കാരനുമായിട്ടുള്ള ഒരാൾ ഈ സംവിധാനം മുഴുവൻ 10 വർഷം കൊണ്ടുനടന്നത്. അങ്ങ് പറഞ്ഞല്ലോ സൂര്യനെതിരെയുള്ള പോരാട്ടം. ഇത് പ്രഭാത സൂര്യനല്ല, കറുത്ത സൂര്യനെതിരെയുള്ള യുദ്ധമാണ് നന്ദകുമാർ നടത്തിയത്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം അതിനൊക്കെ ആയിട്ട് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അന്ന് കോഴിക്കോട്ടുള്ള ക്രൈമിൻ്റെ ഓഫീസ് ഇവരെ കത്തിച്ചത്, ഇപ്പോഴത്തെ പുള്ളിയുടെ മരുമകനെ വെച്ചിട്ട് ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയാം. അതെ, നന്ദകുമാർ സാറിൻ്റെ അടുത്തുണ്ടായിരുന്ന ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, അതിപ്പോൾ കമല ഇൻ്റർനാഷണൽ എന്നുള്ള ആ കമ്പനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ രേഖകളെല്ലാം സാർ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അത് പുറത്തേക്ക് പോവുകയും അത് കടത്തിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അതീവ വിദഗ്ധമായ രീതിയിൽ തന്നെയാണ്. ആ സംഭവത്തിൽ നന്ദകുമാർ സാറിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അജീഷൻ സാറിനും കടന്നു പോരേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇപ്പോൾ പാലക്കാട് HRDSൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് എവിടെയും ഒരു ജോലിയില്ല, അല്ലെങ്കിൽ അവർക്ക് ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സാർ അവിടെ ഒരു ജോലി കൊടുക്കുന്നത്. പിന്നീട് അവർക്ക് അവിടെ ജോലി കൊടുത്തു എന്നറിയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും HRDSനെതിരെ നിരവധി കേസുകൾ വരുന്നു. സ്ഥാപനത്തിന് തന്നെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് സ്വപ്ന സുരേഷ് അവിടെ നിന്നും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ സാറിന് ഈ സമൂഹത്തോട് പറയാനുള്ള നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു അഴിമതി എന്ന് പറയുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 300 കോടിയുടെ അല്ലെങ്കിൽ 200 കോടിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ അതൊരു സാധാരണക്കാരൻ ഒരു കൂടി കപ്പലണ്ടി വാങ്ങിക്കുന്ന ഇടപാട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകളെന്ന് പറഞ്ഞാൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ CMRL കർത്തയുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദം, അവരുടെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനി, ആ കടലാസ് കമ്പനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദകുമാർ സാറ് അന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഈ കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മറ്റൊരു രൂപമാണ്. ഇപ്പോൾ അവർക്ക് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം VD പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഈ അഴിമതിക്കൊരു പിന്തുടർച്ചാവകാശക്കാരി എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ മകളെ ഇപ്പോൾ കേരളം കണ്ടറിയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിനിടയിലാണ് ഇവർ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 11ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവർ പണം കൈപ്പറ്റിയിരുന്നത്. അതിൽ പല മതസംഘടനകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. സാറിനും അതിനെക്കുറിച്ച് കൃത്യമായ ചില ധാരണകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാവുന്ന കാര്യങ്ങൾ തീർച്ചയായും. അല്ല, അത് അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്വപ്ന സുരേഷിന് നമ്മൾ മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ ജോലി കൊടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്. കാരണം HRDSനെ സ്വപ്ന സുരേഷിനെ ഒന്നും അറിയില്ല. പക്ഷേ ഇവർ ജയിലിൽ മോചിതയായി പുറത്തു വന്നപ്പോൾ ഇതേ കുറ്റം ചെയ്ത ആളാണ് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറെ ഗവൺമെൻറ് തിരിച്ചെടുത്തു. സ്വപ്ന സുരേഷിന് ഗവൺമെൻറ് ജോലി കൊടുത്തിരുന്നതാണ്. അവരെ നിഷ്കരണം തള്ളിക്കളയുകയും അവരെ കൊല്ലാനുള്ള ശ്രമങ്ങൾ
പല ഗൂഢപദ്ധതികളും ഇവർ തയ്യാറാക്കുകയും ചെയ്തു. ഇതൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ കേന്ദ്രത്തിലെ വിവരങ്ങൾ അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളോട് ഇവർക്ക് ജോലി കൊടുക്കാൻ പറയുന്നത്. അതനുസരിച്ചാണ് ഞങ്ങൾ സ്വപ്ന സുരേഷിന് ജോലി കൊടുക്കുന്നത്. പക്ഷെ അന്നേരം മുതൽ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നമ്മൾ 95 സമയത്താണ് HRDS എന്ന് പറയുന്ന സംഘടന രൂപം കൊടുത്തത്. അതിനുശേഷം ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വപ്ന സുരേഷിന് ജോലി നമ്മൾ കൊടുക്കുന്നു. സ്വപ്ന സുരേഷ് 164 പിണറായി വിജയൻ സംഘത്തിനും എതിരെ കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അന്നേരം മുതൽ നമ്മളെ ഒരു വേട്ടയാടാൻ തുടങ്ങി. അതൊരു ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വേട്ടയാടലാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ എല്ലാ ഓഫീസുകളും റെയ്ഡ് ചെയ്യുന്നു. HRDS ഒരു വലിയ സംഘടനയൊന്നുമല്ലല്ലോ. നമ്മൾ ഒരു NGO ആണ്. നമ്മൾ ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല. പാവപ്പെട്ട ആളുകളുടെ ലൈഫൊന്ന് മാറ്റാൻ ഉള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ആളുകൾ ഒരിക്കലും ഒരു കാരണവശാലും അവർക്ക് ഇവിടുത്തെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇനിയൊരു 50 വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അത്രയ്ക്ക് അവർ പുറകോട്ട് നിൽക്കുകയാണ്. അസംഘടിത ശക്തിയാണല്ലോ. അതെ, മാത്രമല്ല അവർക്ക് ചോദിക്കാനുള്ള ശേഷിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അതെ. അപ്പോൾ അവരെ ഒരിക്കലും നോർമൽ കണ്ടീഷൻ അവർ കരകയറി വരികയില്ല. അപ്പോൾ അതിന് ആരുടെയെങ്കിലുമൊക്കെ കൈത്താങ് ആവശ്യമാണ്. ഇപ്പോൾ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോൾ ITDP പോലുള്ള സംവിധാനങ്ങളുണ്ട്. മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങാണ്. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികളൊന്നും അവർക്ക് എത്തുന്നില്ല. ഒരു പദ്ധതി എത്തിയാലും ഗവൺമെൻറ് വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഇവർക്ക് വേണ്ടി. പക്ഷേ ഇത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. ITDPയിലൊക്കെ ഇരിക്കുന്ന വെറും കള്ളന്മാരാണ്. ഇവരൊന്നും ഒരു കാര്യം ചെയ്യല. വെറുതെ ഈ പൈസ മുഴുവൻ പല ഹെഡുകളിൽ എഴുതിയെടുക്കുന്ന പണി മാത്രമേ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളിന് അട്ടപ്പാടി തന്നെ 193 കോടി രൂപ അവർ ചെലവഴിച്ചിട്ട് എന്താ ചെയ്യുന്ന ആർക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾ വെറും 5 കോടി രൂപ അവിടെ മുടക്കിയപ്പോൾ അത്രയും വീടുകൾ കാണാനെങ്കിലും ഉണ്ട്. അതെ, തീർച്ചയായും. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്ന് മാറ്റം ഇതിന് കൊണ്ടുവരും. 28 കോടി രൂപയുടെ ഒരു സോളാർ പദ്ധതി കഴിഞ്ഞ പ്രാവശ്യം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ആർക്കും കിട്ടിയില്ല. ആകെ 2-3 വീടിന് മാത്രം അത് വെച്ച് ഞങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്നു വെച്ചാൽ ഒന്നാമത് ആ മേഖലകളെല്ലാം LDF ആണ് ഭരിക്കുന്നത്. അവിടെ 3 പഞ്ചായത്തുള്ളതിൽ അഗളി, ഷോളയൂർ, പുത്തൂർ 3 പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തും LDFിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. LDF എന്ന് പറയുമ്പം ഈ പിണറായി വിജയൻ നമ്മുടെ ഈ നയനാരുടെ കാലം മുതലാണല്ലോ ഈ അഴിമതി തുടങ്ങുന്നത് കേരളത്തിൽ. അല്ല, അതിനു മുമ്പൊന്നും കെ കരുണാകരനെ കുറിച്ചൊക്കെ ഇവർ എപ്പോഴും പറയും അഴിമതി രൂക്ഷമല്ല അഴിമതി. അല്ല, അദ്ദേഹം എന്താണ് ചെയ്തത്? എന്ത് അഴിമതി നടത്തിയത്? വല്ലവർക്കും വലിയ അദ്ദേഹത്തിന്റെ കാലത്ത് ആരോപിക്കപ്പെട്ട പാമോയിൽ ഇറക്കുമതി ചെയ്ത കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതെ, അതൊക്കെയാണ്. അത് അന്ന് കേന്ദ്രത്തിൽ നിന്ന സമയത്താണല്ലോ, കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തുണ്ടായി. അതിപ്പം കേന്ദ്രത്തിൽ ഒരാൾ മന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രി എന്താ ചെയ്യാൻ പോകുന്നത്? മുകളിലിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമേ നടക്കുള്ളൂ. അല്ല, കെ കരുണാകരനായിട്ട് തന്നെ പാമോയിലൊന്നും ഇറക്കുമതി ചെയ്യാനൊന്നും പറ്റില്ല. അതിനൊക്കെ വലിയ ലോബി അവിടെ ഉണ്ട്. ആ ലോബിയാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. കെ കരുണാകരനെ അറിയണമെന്ന് പോലും നിർബന്ധമില്ല. അവിടെ അന്നത്തെ കാലത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, IAS ഇത്രയും നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടോ? IAS അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നൊരു അത്രേ ഉള്ളൂ. പക്ഷേ ഇതാണോ അതാണോ ഇയാളെ വന്നപ്പോഴേക്കും ഉണ്ടായ സാഹചര്യം മാറിയില്ലേ? എത്ര ഭീകരമായിരുന്നു. ഈ ജനകീയാസൂത്രണം എന്നുള്ള പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ അഴിമതി അവർ ജനകീയവൽക്കരിക്കുകയത് ആ സമയത്ത്. അത് താഴെ തട്ടിലേക്കും ഒരു അഴിമതി എത്തിച്ചു. ആ ഒരു പണിയാണ് കാണിച്ചത്. ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും LDFും UDFും ഉണ്ട്. അവർ രണ്ടുപേരും ആണ് സാധാരണ നിലയിൽ ജയിച്ചു വരാറുള്ളത്. അല്ല, ഓൾട്ടർനേറ്റീവ് മാത്രമല്ല. ഇപ്പോൾ ഒരേ സമയത്ത് LDF ആണ് ഭരിക്കുന്നത്, UDFിൻ്റെ ആളുകളുമായിട്ടും ടൈപ്പാണ്. UDF ആണ് ഭരിക്കുന്നത്, LDFിൻ്റെ ആളുകളുമായിട്ട് ടൈപ്പാണ്. എന്നിട്ട് അഴിമതിയുടെ പണം വീതം വെക്കുന്ന പരിപാടി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ഇതാണ്. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇത് വ്യാപിച്ചിട്ടുണ്ട്. അത് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും രൂക്ഷമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കേരളം പോലെ ഒരു ഇവർ എല്ലാം തമ്മിൽ സൗഹൃദത്തോടെ പോകുന്നൊരു ഏർപ്പാട് വേറെ എടുത്തുണ്ടെന്ന്. അഴിമതിയുടെ വിളനില ഇത്ര കണ്ട് വേറെ എവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, അതാണ് ഫാക്ട്. പക്ഷെ പറയുമ്പോഴോ എല്ലാം വിദ്യാസമ്പന്നരാണ്, പുരോഗമനവാദികളാണ്. എന്ത് പുരോഗതിയാണ് നടത്തുന്നത്? കുട്ടികൾ മുഴുവൻ മയക്കുമരുന്നിന് അടിമകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇപ്പം പഴയ കാലമാണോ മര്യാദയ്ക്ക് ജീവിക്കുന്ന കുട്ടികളെ കാണാനുണ്ടോ? വളരെ റെയറാണ്. അങ്ങനെ നിവൃത്തികൊണ്ടാണ് ഇവിടുന്ന് കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഈ വീണയ്ക്കൊക്കെ ഈ സാന്താമോണിക്ക എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യ കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത്. സാറേ, ഇപ്പോൾ അത്
ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു വിഷയം അത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാം. ഇപ്പോൾ സാന്റാ മോണിക്കയായി ബന്ധപ്പെട്ട് വീണാ വിജയന് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു, അവരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടെന്നൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നു. ചിലരത് തുറന്നു തന്നെ വാർത്ത പറയുകയുണ്ടായി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അടുത്തറിയാവുന്ന ഒരാളെന്ന രീതിയിൽ സാറിന് എങ്ങനെയാണ് അത് പറയാൻ കഴിയും? അതായത് നമ്മുടെ കരിമണൽ കർത്ത വീണയ്ക്ക് കൊടുത്തതിന് 2,90,00,000 രൂപയാണ്. ഈ സാന്താ മോണിക്ക എന്ന് പറയുന്ന ഈ IELTS പഠിപ്പിച്ച് ആളുകളെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന ഈ സ്ഥാപനം അവർക്ക് കൊടുത്ത് 2,60,00,000 രൂപയാണ്. എന്നുവെച്ചാൽ കർത്തയുടെ കമ്പനി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സാന്താ മോണിക്കയാണ്. ബാക്കി പലരും കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഇതൊരു ഈ ബോംബെയിലൊക്കെ ദാവൂദിൻ്റെ ഒക്കെ കാലത്ത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വീണ എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട് പിണറായി വിജയൻ പണം പിരിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞാൽ ബോംബെയിലൊക്കെ ഒരു ഇടപാട് നടത്തണമെങ്കിൽ ഗുണ്ടാപ്പണം കൊടുക്കണം, മാഫിയകൾക്ക് പണം കൊടുത്താലേ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഭരണപക്ഷത്തിന്റെ ഒരു മാഫിയ പോലെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. അതായത് പിണറായി വിജയൻ ഇതിനെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കമല ഇന്റർനാഷണൽ തുടങ്ങിയതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളുടെ പേരിൽ ഈ സാധനം തുടങ്ങുന്നത്. അപ്പൊ ഈ ഇതിനെല്ലാം ഇയാൾ ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പാവപ്പെട്ട ഇംഗ്ലകം പിടിച്ച് നടക്കുന്ന ഞങ്ങളൊക്കെ ഇതിന്റെ പറയുന്നത് നമ്മുടെ യൗവനം പഴക്കിയതാ ആ കാലത്ത്. എന്തുമാത്രം പോലീസിന്റെ അടി കൊണ്ടു, എന്ത് പ്രയോജനം ഉണ്ടായി? ഇവിടെ വേറൊരു പുതിയ ലോകം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവന്മാരാണ്. വല്ലതും ഉണ്ടാക്കിയോ? അല്ല, അത് തന്നെയാണ് ഇപ്പോൾ ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് 25 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പൊ ഈ CPM ഇതിന്റെ അണികളെ അത്രയ്ക്ക് വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. യുവമാർക്ക് തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വെറും വിഡ്ഢികളായിട്ടുള്ള അണികളെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കാണ് ഇവര്. അപ്പോൾ നമ്മുടെ സമൂഹം ഇവിടെ എവിടെയാണ് വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ കിട്ടിയേക്കുന്നത്? ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് വെറുതെ ഒരു ക്രമീകരണം മാത്രമാണ് വിദ്യാസമ്പന്നരാണെന്ന്. ഒരു വിദ്യാസമ്പന്നത ഇവിടെ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ യുവന്മാർ കാണിക്കുന്ന ഇതൊരു മതം പോലെ. ഇപ്പം ഈ ഞാനിത് കണ്ടിട്ടുള്ള ഈ മുസ്ലിം വിഭാഗത്തിലാണ്. അവരുടെ മതത്തിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അവരെല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും. എന്ന് പറഞ്ഞാൽ CPM-ൽ പിണറായി വിജയനും ഈ സംഘവും ഈ കൊള്ളക്കാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുകയാണ് ഇവർ. അതായത് അതിന് ന്യായാന്യായങ്ങളൊന്നും വേറെ പ്രശ്നമല്ല, അവർ അതിൻ്റെ കൂടെ നിൽക്കും.